നല്ല ദൈവമേ, പൈതൃകമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ ചൈതന്യത്തിൽ ഞങ്ങളുടെ മക്കളെ വളർത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പങ്കുവയ്ക്കലിൻ്റെയും സേവനത്തിൻ്റെയും മനോഭാവത്തിൽ ഞങ്ങളുടെ മക്കളെ നയിക്കണമേ. തങ്ങളുടെ വിശ്വാസം അമൂല്യനിധിയായി കാത്തു സൂക്ഷിച്ച് അങ്ങയുടെ ധീരപടയാളികളായി അവർ മാറട്ടെ. ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവമേ, എനിക്ക് എന്ത് കിട്ടുമെന്നോ മറ്റുള്ളവർ എന്ത് കൊടുക്കുമെന്നോ വിചാരിക്കാതെ ഉന്നതമായ നിയോഗത്തിനായി സ്വാർത്ഥതയില്ലാതെ ഔദാര്യത്തോടെ സഹകരിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ലെന്നും അങ്ങയുടെ കാരുണ്യത്താലാണെന്നും തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ ഉദ്യമത്തിൽ സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ആശീർവദിക്കണമേ, വിശദീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, അൾത്താര നിർമ്മാണം ഞങ്ങളുടെ ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ കൂടുതൽ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കട്ടെ. അങ്ങേ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഈ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങേ തിരുനാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായേ, സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. നിന്റെ ആഗ്രഹത്തിനൊത്തപോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ച നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കയറി ഫ്രണ്ടിലേക്ക് ഇരിക്കായിരിക്കും നന്നായിരിക്കും. പ്ലീസ് എല്ലാവർക്കും എഴുന്നേറ്റിട്ട് നേരെ മുന്നോട്ട് വന്നിരിക്കാം. നമുക്കൊന്ന് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ചെറിയതായിട്ട് പാടുമ്പോൾ നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ അനുഭവത്തിലാണ്, ഈശോയുടെ കരുണയുടെ അനുഭവത്തിലാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുന്നതിനായിട്ട് നമുക്ക് ഈ ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവവചനം നിറയ്ക്കണേ.
കണ്ണുകളടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന കരുണാനിധിയായ ഈശോ, പരിശുദ്ധാത്മാവ്, പിതാവായ വാത്സല്യം നിറഞ്ഞ നമ്മുടെ പിതാവായ ദൈവം, ആ പിതാവിൻ്റെ വാത്സല്യത്തെ നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട്, ഓ ദൈവമേ, അങ്ങയുടെ വാത്സല്യത്തിൻ്റെ വലിയ രഹസ്യമാണ് അങ്ങയുടെ കരുണ മുഴുവനും നിറഞ്ഞ ഈശോയെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ കരുണ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമാക്കാനും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രസരിപ്പിക്കാനും വേണ്ടി ഞങ്ങളെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. കരുണയുടെ വർഷം, കരുണയുടെ കവാടം എല്ലാം പറഞ്ഞ് അതങ്ങ് അവസാനിക്കാൻ പോവുകയാണ്, ഇല്ലേ? പക്ഷേ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതിലെന്നെ വളരെയധികം ആകർഷിച്ച ഒരു വാക്കിതാണ്: ബലിയല്ല, കരുണ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ എന്ന്. ശ്രദ്ധിച്ചായിരുന്നു അത്? ബലിയല്ല, കരുണയാണ്. അപ്പം ഇത് ഒരു പ്രാവശ്യമല്ല, ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്. പക്ഷെ അത് നമ്മളോടായിട്ടല്ല പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ആരോടായിട്ടാണ് പറഞ്ഞത്? ഫരിസേയരോടായിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അതിൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു പ്രധാന കാര്യം ഈശോ പറയുന്നത്, ആ വാക്ക് പഴയ നിയമത്തിൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനമാണ്. ഫരിസേയരും നിയമജ്ഞർക്കും ഈ പഴയ നിയമം ബൈഹാർട്ട് പോലെയാണ്. അവരോടാണ് പറഞ്ഞത്, ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ അർത്ഥം എന്തെന്ന് നിങ്ങളൊന്ന് പോയി പഠിക്കുവിൻ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആഗ്രഹിക്കുന്നൊരു വാക്കാണ്, പോയി പഠിക്കുവിൻ. പഠനം എന്നത് നമ്മൾ ചെറുപ്പം മുതലേ തുടങ്ങിയേക്കുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കണ്ടോ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? പരിശുദ്ധ പരമ ദിവ്യ. ഈ കരുണ എന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ നിമിഷവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ദിവ്യ കാരുണ്യം, കരുണ. പക്ഷേ ഈ ഒരു വർഷം, ഈ വർഷം മുഴുവനും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇപ്പം ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ കരുണ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് ഞാനൊരു തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു സാധാരണ കാർന്നവരാണ്.
ഒരു അപ്പനാണ്, അപ്പുപ്പനാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ എരിവും പുളിയും വേദനയും എല്ലാം ഉൾക്കൊണ്ട് അത് പഠിച്ചിട്ടുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് എനിക്കും അങ്ങനെ വലിയ കരുണൊന്നും കാണിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അതും ഒരു വാസ്തവമാണ്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് അതിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകേണ്ടതെന്നുള്ളതിന് കുറേ വർഷങ്ങളായിട്ട് ഞാനും പരിശ്രമിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനിൽ പ്രേരിപ്പിക്കുന്ന ചില ആശയങ്ങൾ, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ അതേ സമയത്ത് പരിശുദ്ധ പിതാവും സഭയുടെ പ്രബോധനങ്ങളിലെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിക്കണമെന്നാണ് പറയുന്നത്, കണ്ടോ. അപ്പോൾ അതിന് ചില ആശയങ്ങൾ നമ്മൾ പറയാം. നമ്മളുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിക്കാറുണ്ട്. അതിപ്പോൾ ലിസ്റ്റ് നമ്മൾ എടുക്കണ്ട. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇനി മേടിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ബൈബിൾ ഏതായാലുണ്ട്, മറ്റൊന്ന് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഇങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വളരെ മനോഹരമായ എന്താ പറയുക ഒരു നിധിയാണ് ഇത്. നിധി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഇറ്റ് ഈസ് എ ഡെപ്പോസിറ്റും ഫീഡേസ്, അതായത് വിശ്വാസത്തിൻ്റെ നിധി. ഇതൊരെണ്ണം നമ്മുടെ കയ്യിൽ മേടിച്ചു വയ്ക്കണം. അറ്റ്ലീസ്റ്റ് മേടിച്ച് വെക്കി. ഇനി ഉണ്ടാവർ അടയ്ക്കൊന്ന് തുറന്ന് നോക്ക്. അപ്പോൾ ഇത് മലയാളമാണ്. അതിവിടെ അച്ഛനോട് ചോദിച്ച് കിട്ടുമെന്ന് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രക്ക് ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തിക്ക്. എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ തേങ്ങയും മാങ്ങയും ചക്കയും എല്ലാം വരുത്തിക്കുന്നതാണല്ലോ. എന്ന പോലെ ഇത് കുറേ വരുത്തിച്ച് നമ്മൾ എല്ലാ വീടുകളിലും ഇതുണ്ടാകണം. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വളരെ മനോഹരമാണ്, കണ്ടോ. പോക്കറ്റ് ബുക്ക് എഡീഷൻ. ഇതിന് $9.99 $10 താഴെ വിലയുള്ളൂ. ആമസോണിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ കാത്തലിക് ബുക്ക് സ്റ്റാളുകളിലെല്ലാം കിട്ടും. ഇത് ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇനി വേറൊരു സ്പെഷ്യൽ, നിങ്ങൾ കൂടുതൽ ആഴമായി പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രത്യേകിച്ച് കാറ്റക്കിസം അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നവർക്ക് ഐ റെക്കമെൻഡ് ദിസ് ബുക്ക്. ഇത് പരിശുദ്ധ പിതാവ് സെയിൻറ്റ് ജോൺ പോൾ II പാപ്പസി ടൈമിൽ അദ്ദേഹം നൽകിയ പ്രബോധനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് Pope John Paul II, written and compiled by Father Bill McCarthy, MSA. So this is also, you can have it from Amazon. ഇത് ഒരു വലിയ നിധി തന്നെയാണ്. ഇതെല്ലാം ഒരുപാടൊന്നും വായിക്കണ്ട, ഇടയ്ക്കൊന്ന് തുറന്ന് ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. അത് നമ്മുടെ ഉള്ളിൽ ഒരു ജ്വാലയായി കത്തി പടരുന്നൊരു അനുഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ ഒരു ബുക്ക് സ്റ്റാളിൽ, നിങ്ങളുടെ വീടുകളിലെല്ലാം ഒരു ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ അതെല്ലാം ഉണ്ടാകണം. അതിനകത്ത് ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ കൂടി നേടണം. ഒരു റിസോഴ്സ് മെറ്റീരിയലായിട്ട് എൻ്റെ ഒരു ചെറിയ സജഷൻ അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ കേട്ട പോലെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം. നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, നമ്മൾ മക്കളെയും പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ ഈശോ പറഞ്ഞിട്ടുള്ള വ്യക്തമായ ഒരു കാര്യം ഇതാണ്. ബൈബിളിൽ മുഴുവനും പറയുന്ന ഒരു ആശയം ഇതാണ്. നിക്കോദേമോസ് ഈശോയെ കാണാൻ വന്നു. രാത്രി സമയത്താണ് വന്നത്. വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രബോധകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യു ആർ എ ടീച്ചർ ഹു ഹാസ് സെൻഡ് ബൈ ഗാഡ്. നിക്കോദേമോസ് പറഞ്ഞതാണ്. നിക്കോദേമോസ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ടീച്ചറാണ്. ഇസ്രായേലിലെ ഒഫീഷ്യൽ ഡീൻ ആയിരുന്നു നിക്കോദേമോസ്. ആ നിക്കോദേമോസ് പറഞ്ഞത് ഇതാണ്. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരു ആണെന്ന് ഞങ്ങൾ അറിയുന്നു.
ഈ ഗുരു എന്ന വാക്കിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളതിൻ്റെ മുഴുവൻ അർത്ഥം ഗ്രഹിക്കുന്നവരില്ല. അതിൻ്റെ യഥാർത്ഥ അർത്ഥം പ്രബോധകൻ എന്നാണ്, എ ടീച്ചർ. അപ്പൊ ഇംഗ്ലീഷ് പറയുന്നത് എന്താ? യു ആർ എ ടീച്ചർ. ഐ സീ യു ആർ എ ടീച്ചർ കം ഫ്രം ഗോഡ്. അപ്പൊ നമ്മൾ യേശു രക്ഷകനാണ്, യേശു സഹായകനാണ്, യേശു രോഗശാന്തി നൽകുന്നവരാണ്, യേശു ഉയർപ്പാണ്, യേശു ജീവനാണ്. ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം നമ്മൾ അറിയണം, എന്തറിയണം? യു ആർ എ ടീച്ചർ. അപ്പൊ ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിലേക്ക് വരണം. ഈശോ, പിതാവ് ഈശോയെ പഠിപ്പിക്കാനും കൂടിയാണ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, മലയിലെ പ്രസംഗത്തിൽ അവൻ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറയുകയാണ്, 4-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവൻ ഗലീലി മുഴുവൻ ചുറ്റി നടന്നു, അവരുടെ സിനഗോഗുകളിലും പഠിപ്പിച്ചു. കേട്ടോ, 5-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ അവസാനം പഠിപ്പിച്ചു. 5-ാം അധ്യായം ആരംഭിക്കുന്നത് അവൻ ഒരു മലയിലേക്ക് കയറിയ അനേകം ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു. അവൻ അവിടെ ഇരുന്ന് അവരെ 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 പഠിപ്പിച്ചു. ആ മത്തായി 5, 6, 7 അധ്യായത്തിന്റെ അവസാനം പറയുന്ന ഒരു സാംശീകരണം, ഈശോയുടെ ആ പഠിപ്പിച്ച കാര്യങ്ങൾ മത്തായിയുടെ വേർഷനിൽ അതെല്ലാം സ്വാംശീകരിച്ച് 3 അധ്യായങ്ങളിലാക്കിയിരിക്കുന്നു. അത് ഒരു മലയുടെ മുകളിൽ ഒരു ദിവസം പറഞ്ഞ കാര്യങ്ങളല്ല. ഇപ്പം നിങ്ങളിവിടെ നിന്ന് ഹോളി ലാൻഡിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു സ്പോട്ടാണ് ഈ മലയിൽ ഈശോയുടെ മലയിലെ പ്രസംഗം നടത്തിയ മല, ബിയാറ്റിറ്റ്യൂഡ് ഹിൽസ് എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി വലിയ മലയൊന്നും അല്ല അത്. അത് ജെറുസലേമിലെ മലകളൊക്കെ ഒരു വലിയ നമ്മുടെ നാട്ടിലെ മല പോലെയല്ല. മലയാണെന്ന് അവർ പറയുമെങ്കിലും നമുക്ക് അത്ര വലിയ ഉയരമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിനെയും അവിടെ ഇരുത്തിയിട്ട് കുറേ സമയം ഈ മലയിലെ പ്രസംഗമൊക്കെ അവിടെ നിന്നങ്ങ് പ്രഘോഷിച്ചു. ഒരു വലിയൊരു ഫീലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ അച്ഛനും ഒക്കെ വരുന്നത് കൊണ്ട് ഈ ഓരോ സ്പോട്ടിലും ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ അതേമാതിരി അതേ വചനം എടുത്ത് പ്രഘോഷിക്കണം. അത് വലിയ അനുഭവമാണ്. ഓക്കെ, എനിവേ, അപ്പോൾ അവിടെ ഈ പ്രബോധനം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നല്ലതാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. മത്തായിയുടെ 5-6-7 അധ്യായം. ഈ 5-6-7 മത്തായി 5-6-7 എന്ന് പറയുന്നത് തന്നെ കരുണയാണ്. അത് മുഴുവനും കേട്ടോ. മലയിലെ പ്രസംഗത്തിലെ ആ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാന സുവിശേഷ ഭാഗ്യം ഇതാണ്: കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആ വാക്യത്തെ എല്ലാവരും ഒന്ന് ഏറ്റു പറയാമോ? ഒന്ന് ഏറ്റു പറഞ്ഞേ. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആ വാക്കിൽ തന്നെ എന്തോ ഒരു കരുണ ഉള്ളവർക്ക് പിന്നെ കരുണ ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പം ഇതെല്ലാം ആഴമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അവസാനം 7-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഈശോ പറയുകയാണ് കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ, ബാക്കിയൊന്ന് പൂർത്തിയാക്കാമോ? എന്തുപോലെയാന്ന് പറഞ്ഞേ? പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യമായിരിക്കും. ഇത് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ആ പണി, അതാണ് യഥാർത്ഥ വീട് പണി, ഭവനപ്പണി. എന്നിട്ടൊരു പ്രാക്ടിക്കലായിട്ട് പറയാണ്, മലവെള്ളപ്പൊക്കം ഉണ്ടാകും, കാറ്റൂതും, മഴ പെയ്യും, എന്നാൽ ആ ഭവനം വീഴില്ല.
അപ്പോൾ ഒന്ന് ഒരു കോമൺ ഫാക്ടറാണ്. നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ജീവിത രീതിയിൽ ആയവരായാലും ഈ കോമൺ ഫാക്ടർ എന്താ അവിടെ പറയുന്നത്? മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റൂതും, നമ്മുടെ വീടിനെ ഉലയ്ക്കും, നമ്മുടെ കുടുംബജീവിതത്തെ ഉലയ്ക്കും. ഈ സമയത്ത് കുടുംബജീവിതത്തെ താങ്ങി നിർത്തുന്നത് നമ്മളല്ല, കർത്താവിൻ്റെ ശക്തിതാണ്. എൻ്റെ ഈ വചസ്സുകൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന ആ കുടുംബങ്ങൾക്ക് എന്തുണ്ടാവും? അത് വീഴില്ല. എന്തുണ്ടാകും? അത് വീഴില്ല. പിന്നെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടത് വീഴില്ല? അത് പാറമേൽ പണിതതിന് തുല്യമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ചിന്ത ഇതാണ്, ഈ കരുണയുടെ എല്ലാം യഥാർത്ഥ രഹസ്യം കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. ദ മേഴ്സി ബിഗിൻസ് ഫ്രം ദ ക്രാഡിൽ ഓഫ് ഹോം എന്നുള്ള രീതിയിലാണ്. വളരെ വാസ്തവമാണത്. എന്നാൽ ഇന്ന് അത് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നതിൻ്റെ ഒരു ഭാഗം ഇതാണ്. ഒന്ന്, എന്താണ് ഈ കരുണ എന്ന് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പഠിക്കാൻ പോവുകയാണ് നമ്മൾ. എന്താണ് കരുണ? ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ഈ ചോദ്യോത്തരം പറയണതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മനസ്സ് അതൊരു ചിന്താ വിഷയമാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഒന്ന് ചിന്തിക്കുക, എന്താണ് ആഫ്റ്റർ ഓൾ ഈ കരുണ? എല്ലാവരും കരുണ കരുണ എന്ന് പറയുന്നുണ്ട്. കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്, കരുണയുടെ നൊവേന ചെല്ലുന്നുണ്ട്, ചില ഒരു 3 മണിക്ക് കൃത്യമായിട്ട് കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്. നമ്മൾ ഈ വർഷം മുഴുവനും കരുണയുടെ കവാടം. ഇതൊക്കെ എന്താണ് ഈ കരുണ? പറയാം, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ചെറിയ മുറിയല്ലേ. വാട്ട് ഈസ് മേഴ്സി? ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ എന്തിനു വേണമെങ്കിലും പറയാം. എന്താണ് കരുണ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നാണ് കേട്ടോ അർത്ഥം വിചാരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ പഠിക്കാനാണ് ഇരിക്കണേ. നമുക്ക് അർഹത, ഒരു ഉത്തരം ഇതാണ്, നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിലും തമ്പുരാൻ നമുക്കിങ്ങനെ തരികയാണ്. അതാണ് ഒരു ഉത്തരം. ഇനി എന്താണ് കരുണ? മറ്റുള്ളവരെ സഹായിക്കുക. ഇനി എന്താ? ഇപ്പോഴാണ് അത് ചിന്തിക്കേണ്ടത് തന്നെ. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്. ശരിയാണല്ലോ, എല്ലാവരും കരുണ 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 എന്ന് പറയും. എന്താണ് ഈ കരുണ? ദൈവം നോക്കി ആർക്കും അറിഞ്ഞൂടാ. ഇതിനകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഉത്തരം അറിയാവുന്നവർ പറയുക. അവിടെ എളിമപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു കൈയടിച്ച് വന്ന് ഒരു ഉത്തരം കറക്റ്റ് വന്നു. നമ്മൾ പാപികളായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നല്ല മനുഷ്യരെ എല്ലാവർക്കും സ്നേഹമാണ് അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ, അവൻ നല്ല വീട്ടുകാരുണ്ടോ, അല്ലെങ്കിൽ അവർ നല്ല, അവനായിട്ട് നീ കൂട്ടുകൂടിക്കോ, നോ പ്രോബ്ലം. പക്ഷേ ഒരാളെ എല്ലാവരും അറിയാം നല്ലവനല്ല. അവനെ നമ്മുടെ ഈ പാരിഷിൽ തന്നെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? പാരിഷ് കൗൺസിലിലോ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ അവരെ ചേർക്കുമോ? നമ്മൾ തന്നെ നമ്മുടെ മക്കളോട് പറയുന്നത്, ആ പാർട്ടി എത്ര പൈസ കാണട്ടോ, അവൻ്റെ കൂടെ നീ കൂട്ടുകെട്ടരുത്. എന്നാൽ കരുണ എന്നത് നേരെ മറിച്ച. കരുണ എന്നത് ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ പിതാവ് പല പ്രാവശ്യം പറയുന്നതും, പരിശുദ്ധ പിതാവിൻ്റെ ഒരു ചെറിയ പുസ്തകം ഇറക്കി, ഞാനത് ഇവിടെ കാണിച്ചു തന്നു. ഗോഡ്സ് നെയിം ഈസ് മേഴ്സി. ആ പുസ്തകവും നിങ്ങൾ ഒരെണ്ണം മേടിക്കണം, നല്ലതാണ്. അതും $10 ഉള്ളൂ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ചു വെച്ച് ഇടയ്ക്ക് പിള്ളേരോടൊന്ന് തുറന്ന് വായിക്കാൻ പറയാം, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് അവിടെ തുറന്ന് വായിക്കാനൊക്കെ തോന്നിയാൽ നല്ലതാണ്.
ഈ ജോൺ പോൾ രണ്ടാമൻ ഒരു യുവാവായിരുന്നപ്പോൾ ഒരു 19-20 വയസ്സ് കാലത്ത് ഒരു ആത്മായ സുഹൃത്ത് പുള്ളിക്ക് ഇതേമാതിരി ഒരു പുസ്തകം കൊടുത്തു. ഡാർക്ക് നൈറ്റ്, ജോൺ ആൻഡ് ക്രൂസിന്റെ ഡാർക്ക്. അത് കിട്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ തുറന്നു നോക്കി, വായിച്ചിട്ട് അകത്ത് കത്തിപ്പടരാൻ തുടങ്ങി. പുള്ളി ജോലി ചെയ്തിരുന്നത് ഒരു കല്ലുമടയിൽ ജോലി ചെയ്യായിരുന്നു. ഈ പുസ്തകം പോക്കറ്റ് ബുക്കായിരുന്നു. അത് പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് കല്ല് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുസ്തകം വായിച്ചുകൊണ്ട് വരും. അതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ ഇത് വായിച്ചു. അതാണ് ഈ കാരൽ വോയ്റ്റിയയെ ഇത്രയും മാറ്റിയത്. അപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മുടെ മക്കളും നമ്മളൊക്കെ ഇടയ്ക്ക് വായിക്കുമ്പോൾ വളരെ ഗുണം ചെയ്യും. അപ്പോൾ കരുണ എന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ ഇതെല്ലാം ശരിയാവുള്ളൂ. കരുണ എന്നത് ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തിനാണ് കരുണ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ പറഞ്ഞ ആ വാക്ക് പല സ്ഥലത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി പഠിക്കുവിൻ കരുണ എന്നതിൻ്റെ അർത്ഥം. കാരണം പഴയ നിയമത്തിൽ ഈ കരുണ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ആരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഒരു കാരണം അത് അവർക്ക് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല അന്നെന്നുള്ളതാണ്. അതെന്നാണത് വെളിപ്പെടുത്തിയത്? കർത്താവ് കുരിശിൽ തൻ്റെ ഹൃദയത്തിലൂടെ ഈ കരുണ ഒഴുകിക്കഴിഞ്ഞപ്പോഴാണ് അത് വെളിപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഫാക്ടർ ഉണ്ട് അതിന്. പഴയ നിയമത്തിലും കരുണ ഉണ്ടായിരുന്നു. കാരണം കരുണ കർത്താവ് തന്നെയാണ്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി. ഗോഡ് ഈസ് മേഴ്സി. ആ ദൈവം ആൽഫായും ഒമേഗായുമാണ്. ആ ദൈവം അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിലും കരുണ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല. ഒന്ന്, ആ പഴയ നിയമ കാലഘട്ടം ഒരു ഹൃദയ കാഠിന്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അത് പിന്നെ വരാം അതിനകത്തേക്ക്. നമുക്ക് ഈശോ പറഞ്ഞു, ഈ നിങ്ങൾ പോയി പഠിക്കുവിൻ എന്ന് പറയുകയും മത്തായിയുടെ വീട്ടിലേക്ക് ഈശോ ചെല്ലുകയാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും മത്തായി ആളും മഹാമോശമാണ്, ചുങ്കക്കാരൻ, പാപി, അവൻ്റെ വീട്ടിൽ പോലും പോകാൻ പാടില്ല എന്നുള്ളതാണ് യഹൂദ പാരമ്പര്യവും നിയമവും. അങ്ങനെ ഇരിക്കെ യഹൂദനായ ഈശോ മത്തായിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടിട്ട് ചൊറിയാണ്. ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യമാണ്. ആർക്ക്? ഫരിസേയരും നിയമജ്ഞരും. ഇന്ന് കേട്ട മാതിരി ഫരിസേയരും നിയമജ്ഞരും ഉടനെ ചോദ്യം ചെയ്യാണ്. ഈശോയോട് തന്നെ ചോദിച്ചു, എന്താ നിങ്ങളുടെ ശിഷ്യന്മാർ ഇതേമാതിരി സാപത്ത് ലംഘിക്കണം എന്ന പോലെ ഫരിസേയ പ്രമാണികൾ ഈശോയുടെ ശിഷ്യന്മാരെ അടുത്ത് എന്നിട്ട് പറയാറ്, നിങ്ങളുടെ ഗുരു എന്താണ് ഈ നാക്കരാർ ഈ ചുങ്കക്കാരുടെയും പാപിയുടെയും കൂടെ ഭക്ഷണം കഴിക്കണേ? ഇത് കേട്ടിട്ട് ഈശോ പുറത്തേക്ക് അല്പം വന്നിട്ട് പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 11, 12, 13. 3 കാര്യങ്ങളിലെ പ്രധാന തീം ഇതാണ്. ഞാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബലി അല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം പോയി പഠിക്കുക. രണ്ടാമത് പറഞ്ഞത് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മൂന്നാമത് പറഞ്ഞത് പാപികളെ തേടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്, നീതിമാന്മാരെ തേടിയല്ല. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ആശയം വരുന്നത്. പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. പാപികളോടുള്ള ഈശോയുടെ വാത്സല്യമാണ്. ഇപ്പൊ നമ്മൾ ഈ കരുണയുടെ വർഷമായിട്ട് കരുണയുടെ ധാരാളം പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ കരുണ അനുഭവമായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കരുണ അനുഭവമാകണമെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അന്തരാർത്ഥം നമ്മൾ പഠിക്കുകയും, എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ദിവ്യകാരുണ്യം തന്നെയായ ഈശോ, ഇപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിച്ചത്? ഈ കരുണാസാഗരമായ ഈശോ, കരുണാകടൽ, കരുണക്കട്ട, കരുണയുടെ മൂർത്തിഭാവമായ ഈശോ നമ്മളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇവിടെ
എന്നിട്ട് പോലും നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇതിൽ കൂടുതൽ ദൈവത്തിന് തരാൻ ഒന്നുമില്ല കയ്യിൽ. അപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഞാനിത് കുറ്റം പറയല്ല, ഇത് എൻ്റെ അവസ്ഥ തന്നെയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് ദൈവം തരേണ്ടത്? കരുണാനിധിയായ കർത്താവ് നമ്മളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. അവരോട് പഠിക്കാനൊക്കെ പറഞ്ഞ മാതിരിയൊന്നുമല്ല ഇത്. ആ കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് കരുണാസമ്പന്നനായ കർത്താവ് എഴുന്നള്ളി നമ്മളിൽ വന്നിരിക്കുന്നു. ഓ ദൈവമേ, ഇനി എന്തുകൊണ്ട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഒരിക്കലും ഒരു സെമിനാറിങ്ങനെ അല്ലെങ്കിൽ ഒരു വലിയ കൺവെൻഷൻ സമയത്ത് ഒരുപാട് ജനങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ കരുണയെക്കുറിച്ച് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉച്ച ഭക്ഷണത്തിന് മുമ്പ് ഒരാൾ വന്നിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് പറഞ്ഞ്, സാറേ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണമെന്നുള്ളതിന് വല്ലതും പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറഞ്ഞു. സമാധാനമായി. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു വലിയ ആമുഖമൊന്നും പറഞ്ഞിങ്ങനെ സമയം കളയാൻ നമുക്കില്ല. നമുക്ക് ആകെ കൂടി ഒരു ഞായറാഴ്ചയാണ് നിങ്ങളൊക്കെ കിട്ടണത്. അപ്പം പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ വളരെ എളുപ്പം നേരെ ഞാൻ പറയാണ്, ഈ കരുണ നമ്മളിൽ ഉണ്ട് എന്നുള്ള ആ അവബോധമാണ് ആദ്യം വേണ്ടത്. ഇത് ഇനി തരണേ 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 എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. The awareness that the Lord God who is rich in mercy is already in us and in our neighbor, അതായത് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, അവരെല്ലാവരിലും ഈ കരുണാ സാഗരം ഉണ്ട് എന്നുള്ള പൂർണ്ണ അവബോധമാണ് വേണ്ടത്. രണ്ടാമത് വേണ്ടത്, ഈശോ പറഞ്ഞു, എൻ്റെ ഈ വചസ്സുകൾ ശ്രവിക്കുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബൈബിള് മുഴുവനും അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഈ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്ന ഈ പുതിയ നിയമത്തിലെ ഈ ഗോസ്പൽ 3-4 സുവിശേഷത്തിൻ്റെ വചസ്സുകൾ, പ്രധാനമായിട്ട് പുതിയ നിയമം. ആ വചസ്സുകൾ, എൻ്റെ ഈ വചസ്സുകൾ, അതും മറ്റുള്ള വചസ്സുകളും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് അവിടെയാണ് ഫരിസേയരും നിയമജ്ഞരും ഒരു വശത്ത്, കർത്താവ് ഈശോ മിശിഹ മറുവശത്ത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എവിടെ ഈശോ പ്രസംഗിക്കണോ അവിടെ പാപികളെല്ലാം ഓടിക്കൂടും. അവർ ഈശോൻ്റെ അടുത്ത് വന്ന് ഈശോനൊന്ന് ഉമ്മ വയ്ക്കും, ഈശോൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടും, ഈശോൻ്റെ തലയിൽ ഇച്ചിരി എണ്ണ ഒഴിക്കും. ഫരിസേയർക്ക് ഇത് കണ്ടിട്ട് ചൊറിഞ്ഞു കയറുകയാണ്. അവരങ്ങ് പിറുവിറുക്കണം, ഇവരെന്താണ് ഈ പാപികളുടെ കൂടെ ഇതുപോലെ കൂട്ടുകെട്ടണേ? ആ പെണ്ണെന്തിനാ അവനെ പോയി തൊട്ടത്? അവളൊരു പാപിനിയാണെന്ന് അറിഞ്ഞുകൂടെ? ഇവനൊരു പ്രവാചകനാണെങ്കിൽ അവളൊരു പാപിയാണെന്ന് അറിഞ്ഞുകൂടെ? എന്തിനാണ് അവളെ കൊണ്ട് തൊടിക്കണേ? ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഈ പാരഡോക്സ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രബോധനങ്ങൾ നടത്തിയിരുന്നു ബൈബിളിൽ. അവര് സിനഗോഗിൽ ആരാ പഠിപ്പിക്കണേ? സിനഗോഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പള്ളിയല്ല, ക്രിസ്ത്യാനികളുടെ വേദം പഠിപ്പിക്കുന്ന സ്ഥലമല്ല, യഹൂദരുടെ തോറ പഠിപ്പിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. അപ്പൊ നമ്മൾ കേട്ടു, അവനവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പഠിക്കണം നമ്മൾ. എന്തായിരിക്കാം ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചിരിക്കുന്നത്? ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ കാര്യമാണ്. ഉദാഹരണത്തിന്, സിനഗോഗിൽ സാധാരണ പഠിപ്പിക്കുന്നത്
അവരുടെ റബ്ബായിമാരാണ്. റബ്ബായിമാർ അവരെന്താ പഠിപ്പിക്കുക? അവർ പഠിപ്പിക്കുകയാണ് ഇന്ന് കേട്ട മാതിരി, കേട്ടോ, ഇന്ന് സാബത്താണ്, സാബത്ത് ദിവസം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മോശയുടെ ഈ നിയമപ്രകാരം ആ നിയമത്തിൽ ഇന്ന നിയമം, ഇന്ന ഉപവകുപ്പ് പ്രകാരം ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇന്നത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്ന ശിക്ഷയുണ്ടാകും. അപ്പോൾ ഏതുപോലെയാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു ലോ കോളേജ് പോലെയാണ്. എന്താണ് ലോ കോളേജ് എന്ന് പറഞ്ഞാൽ? നിയമം പഠിക്കുന്നു, ആ നിയമം ലംഘിച്ചാൽ ഉള്ള ശിക്ഷയും പഠിക്കുന്നു. ലോ കോളേജിൽ ക്ഷമിക്കാനുള്ള നിയമമില്ല, ക്ഷമിക്കാനുള്ള നിയമമില്ല. എന്ന പോലെ ഫരിസേയർക്കും നിയമജ്ഞരുടെയും കാഴ്ചപ്പാടിൽ മോശയുടെ നിയമത്തിൽ ക്ഷമിക്കാനുള്ള നിയമമില്ല. കൽപ്പനകൾ ലംഘിക്കുകയാണെങ്കിൽ ഉടനെ ശിക്ഷിക്കണം. ഇതുപോലെ ഇപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവിടെ ഓവർ സ്പീഡിന് ടിക്കറ്റ് അടിക്കാറുണ്ടോ? ഉണ്ടോ? ഓവർ സ്പീഡായി അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടില്ല, പോലീസ് വന്ന് പിടിച്ചു, ടിക്കറ്റോ ഫൈനോ അടിച്ചു. ഇപ്പൊ ആ പോലീസോട് പറയണം, സാറേ ഞങ്ങൾ സീറോ മലബാർ കുർബാനയ്ക്ക് പോകാൻ, അതുകൊണ്ട് കരുണയായിരിക്കണം. പോലീസുകാരൻ എന്ത് പറയും? പോലീസുകാരൻ പറയും, സാറേ എൻ്റെ ജോലി കളയല്ലേ, എനിക്ക് ടിക്കറ്റ് അടിക്കാനേ നിയമമുള്ളൂ, ക്ഷമിക്കാൻ എനിക്ക് നിയമമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പോലീസുകാരെങ്കിലും ഉണ്ടോ? ആ, നല്ല ഐഡിയയില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ. പോലീസുകാരനെ ഫൈൻ അടിക്കാൻ നിയമമുണ്ട്, കടലാസ് എഴുതി തരും. ആ കടലാസ് എഴുതി കഴിഞ്ഞാൽ അത് ക്യാൻസലാക്കാൻ അയാൾക്ക് നിയമമില്ല. നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയാം, അത് നിങ്ങൾ അവിടെ പോയിട്ട് കോടതിയിൽ പറഞ്ഞു. ഇതായിരുന്നു ഫരിസേയരുടെ പഠിപ്പിക്കൽ. പെട്ടെന്ന് ഞാനൊരു ആക്ട് ചെയ്യാണ്. ഒരു ഫരിസേയ